ഇപ്പോഴും അവിടെ നിന്ന്, അതായത് മറുകരയിൽ നിന്നുള്ള ആളുകളെ ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. ഇനിയും കുറച്ച് ആളുകൾ കൂടി അപ്പുറത്തുണ്ട്, അവരെ കൂടി ഇവിടേക്ക് എത്തിക്കും. ഏതായാലും പൂർണ്ണമായും തന്നെ ഇവിടേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വളരെ പെട്ടെന്ന് തന്നെ, അതായത് പെട്ടെന്ന് തന്നെ സ്പീഡായി തന്നെ നടത്തേണ്ടതുണ്ട്. ഇവിടെ വരുന്ന, അതായത് ആ മറുകരയിൽ നിന്ന് ഇവിടെ എത്തുന്ന ഓരോരുത്തരെയും, ആ ദുരന്തത്തിൽ കുടുങ്ങിക്കിടന്ന ഓരോരുത്തരെയും വളരെ പെട്ടെന്നാണ് ഇവിടെ നിന്ന് മാറ്റി ക്യാമ്പുകളിലേക്ക് മാറ്റുന്നത്. കാരണം കൂടുതൽ പുതിയ ആളുകൾ വരുമ്പോൾ അവരെ കൂടി ക്യാമ്പിലേക്ക് വളരെ പെട്ടെന്ന് മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ രീതിയിൽ വളരെ പെട്ടെന്ന് ആളുകളെ മാറ്റി നടക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. അതിനുള്ള വാഹനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ രാത്രി കണ്ണു കാണുന്നതിന് വേണ്ടിയുള്ള ലൈറ്റ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതടക്കം വച്ചാണ് ഇങ്ങനെ ആളുകളെ മറുകരയിൽ നിന്ന് ഇങ്ങോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ ഇപ്പുറത്തേക്ക് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേരെ ക്യാമ്പുകളിലേക്ക് ഇപ്പോഴും മാറ്റുന്നത് തുടരുകയാണ്. ഗൂഗിൾ അങ്ങനെ രാത്രിയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട വെല്ലുവിളികൾക്കിടയിലും ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ഇരുട്ടിനെ നേരിടാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ അവിടേക്ക് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ SP-യുടെ ഒരു പ്രതികരണം വരുന്നുണ്ട്. ഉൾക്കാട്ടിൽ ഇനിയും മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുണ്ട് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. കാരണം ഉൾക്കാട്ടിൽ പതിച്ചു പോയ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം ആ ഒഴുക്കിൽപ്പെട്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിപ്പോൾ SP കൂടി സ്ഥിരീകരിക്കുകയാണ്. ഇതുവരെ 39 മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടി. നാളെ വീണ്ടും തിരച്ചിൽ തുടരുമെന്നാണ് SP ശശീന്ദ്രൻ അറിയിച്ചിരിക്കുന്നത്.